കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് കേരളത്തിലെ വോട്ട് ചെയ്ത ജനങ്ങളുടെ വിജയമാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ എത്തിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് ശ്രീ വി ഡി സതീശൻ തന്നെയാണ്. പല ജനകീയ പ്രശ്നങ്ങളും ഏറ്റെടുക്കുകയും അതിനുവേണ്ടി നിരന്തരം ശബ്ദമുയർത്തുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശബ്ദമായി മാറാൻ ശ്രീ വി ഡി സതീശന് സാധിച്ചു. കൂടാതെ കേരളത്തിലെ ചെറുപ്പക്കാരുടെ കൃത്യമായ നിലപാടുകൾ മനസ്സിലാക്കാനും അവരോട് സംവദിക്കാനും കഴിഞ്ഞ ഒരു നേതാവാണ് ശ്രീ വി ഡി സതീശൻ. പക്ഷേ 10 ദിവസത്തോളമായിട്ട് ഈ മുഖ്യമന്ത്രി ആര് എന്നുള്ള അനിശ്ചിതത്വം തുടരുമ്പോഴാണ് വി ഡി സതീശനുള്ള വലിയ ജനപിന്തുണ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുന്നത്. ഒട്ടും അവഗണിക്കാനാവാത്ത വിധത്തിൽ കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ ഒരു വലിയ വികാരമായി സതീശൻ മാറുന്നതാണ് ഈ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ആ ജനവികാരത്തിന് ഒപ്പമുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ വാർത്തകളിൽ നിന്ന് കണ്ടത് പലപ്പോഴും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ തന്നെ പല പ്രമുഖ നേതാക്കളും കേന്ദ്ര നോമിനിയായ കെ സി വേണുഗോപാലിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ പ്രധാനപ്പെട്ട തലമുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ശ്രീ വി എം സുധീരനും ശ്രീ കെ മുരളീധരനും എടുത്ത നിലപാടുകളാണ്. ഇവർ രണ്ടുപേരും വളരെ കൃത്യമായി തന്നെ കേരളത്തിലെ ജനവികാരം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നതിലും അതിനൊപ്പം നിൽക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തെ തീരുമാനമെടുപ്പിക്കുന്നതിലും വലിയ പങ്കുവഹിച്ചു. അതുപോലെ തന്നെയാണ് ഈ യു ഡി എഫ് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും കൃത്യമായ, തികച്ചും ന്യായമായ, തികച്ചും ധാർമ്മികമായ ഒരു തീരുമാനം അവർ നേരത്തെ കൈക്കൊള്ളുകയും വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അത് കോൺഗ്രസ്സിലെ തന്നെ പല നേതാക്കന്മാരിൽ നിന്നും എം എൽ എമാരിൽ നിന്നൊക്കെ വിമർശനം ഏറ്റുവാങ്ങിയെങ്കിലും ലീഗ് കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഉറച്ചു നിന്നു. കാരണം കേരളത്തിൽ ഇത്തവണയിൽ വളരെ മതനിരപേക്ഷമായ നിലപാടുകൾ സ്വീകരിക്കുകയും യാതൊരു മതചിന്തയുമില്ലാതെ വോട്ട് ചെയ്ത് യു ഡി എഫിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുകയും ചെയ്യുന്നതിൽ ലീഗിനുള്ള പങ്ക് വളരെ വലുതായിരുന്നു. ലീഗ് നേതൃത്വം അവസരത്തിന് വരികയും കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവായ നിലപാടുകളുടെ അനന്തരഫലമാണ് ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്നത്. കെ എസ് യു രാഷ്ട്രീയത്തിലൂടെ മുന്നോട്ട് വന്ന് എം ജി യൂണിവേഴ്സിറ്റി ചെയർമാനായിരുന്ന, അതിനുശേഷം എൻ എസ് യുവിൻ്റെ ദേശീയ സെക്രട്ടറി ആയിരുന്ന, പിന്നീട് കുറേ കാലം ഹൈക്കോടതിയിൽ വളരെ നല്ല നിലയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്ന, എം എസ് ഡബ്ല്യുവും അതുപോലെ തന്നെ LLM പ്രശസ്തമായ നിലയിൽ പാസ്സായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും തിളങ്ങിയിരുന്നു. സതീശൻ മുഖ്യമന്ത്രിയാവുന്നത് കേരളത്തിൽ ഇന്ന് യു ഡി എഫിന് വോട്ട് ചെയ്ത ജനങ്ങളുടെ ഏറ്റവും കൃത്യമായ അഭിലാഷങ്ങളുടെ പൂർത്തീകരണമാണ്. ഇനി മുന്നോട്ടുള്ള കേരളത്തെ ശക്തമായി നയിക്കാൻ ശ്രീ വി ഡി സതീശന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.